ബിഗ് ബില്യൺ സെയിലും ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ ഏകദേശം കഴിയാറായി. ഇവർ പറയുന്ന പോലെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ആണ് ഈ സെയിൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗമുള്ളത്, അല്ലാതെ നമ്മളെപ്പോലുള്ളവർക്കൊന്നും ഒരു ഉപയോഗമില്ല. കഴിഞ്ഞ വർഷമൊക്കെ വിൻഡ് നല്ല ഉപയോഗം ഉണ്ടായിരുന്നതാണ്, ഇപ്രാവശ്യം നല്ല രീതിയിൽ വരുത്തി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ഞാൻ ഇവിടെ ഫ്ലിപ്കാർട്ട് ബില്യൺ സെയിലിൽ നിന്നൊരു കാർഡൊന്നും യൂസ് ചെയ്യാതെ തന്നെ സാംസങ്ങിൻ്റെ A34 വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ എടുത്തത് 8GB റാമും 256 ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ ആണ്. അതുകൊണ്ട് ഒരു 30,000 രൂപ അതിൻ്റെ റേറ്റ്. സാധാരണ ഒരു 33,000 അതിന് റേറ്റ് വരുന്നത്. എനിക്കിവിടെ ഒരു 30,000 രൂപയ്ക്കാണ് എനിക്ക് ആ ഫോൺ കിട്ടിയത്. ഇതൊരു ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ്. എനിക്കൊന്നും എല്ലാ ഡെലിവറി ബോയ്സും കൈ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കുത്തി പൊളിച്ചേക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ തന്നെ കണ്ടല്ലോ, താക്കോല് ഉപയോഗിച്ചാണ് കുത്തി പൊളിക്കുന്നത്. പിന്നെ ഈ ഫോണായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഐഫോണൊക്കെ ആയിരുന്നെങ്കിൽ കുത്തി പൊളിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ നശിച്ചത്, വാറൻറ്റി പോലും അത് തരത്തില്ല. അതുകൊണ്ട് നിങ്ങളാരെങ്കിലും ഒരു ഓപ്പൺ ബോക്സ് ഡെലിവറി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തേക്കണം, അല്ലെങ്കിൽ ഒരു തറവിന് പൊട്ടിയ വാറൻറ്റി ഒന്നും തരത്തില്ല അവന്മാർ. പിന്നെ ഫ്ലിപ്കാർട്ടുകാരന്മാർ ഒരു സെക്യൂർ പാക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് 59 രൂപ പിടിച്ച് പറിക്കുന്നുണ്ട് ഇതിൽ നിന്ന്. അത് ഓരോ ഫോണിൻ്റെ മോഡലിന് ഓരോ റേറ്റാണ്. അതിലൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ കാണിക്കാൻ പോലെ ഒരു ചുവന്ന സ്റ്റിക്കർ വാങ്ങിച്ച് ഒട്ടിച്ചിട്ടുണ്ട്, അതാണ് 59 രൂപ. കൊള്ളത്തരം. പിന്നെ അല്ല എന്തോന്ന് പറയുക ഇതിനേക്ക്. ഞാനിവിടെ ഓസം വയലറ്റ് കളറാണ് വാങ്ങിയിട്ടുള്ളത്. അത് ഏകദേശം ഒരു S23യുടെ ലുക്കൊക്കെ ഉണ്ടല്ലോ കേസ്. ബോക്സിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഒരു സിം ഇജക്ഷൻ പിന്നും ചാർജിങ് കേബിള് C2C ആണ് ചാർജിങ് കേബിൾ വന്നിട്ടുള്ളത്. ചാർജറൊന്നും ഇതിന് തരത്തൊന്നുമില്ല, അതൊക്കെ നിർത്തലാക്കി പണ്ട്. പിന്നെ കുറച്ച് പേപ്പേഴ്സും അതിൻ്റെ ആവശ്യം എന്തെങ്കിലുമൊക്കെ മാറ്റി വയ്ക്കാം. ഇനി ഹാൻഡ് ഫീൽ എന്ന് പറയുമ്പോൾ നല്ല കൊള്ളാം, നല്ല പ്രീമിയം ഫീലൊക്കെ തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്പെക്കിലോട്ട് പോവുകയാണെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേയും 120Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ 48 MB വൈഡ് ക്യാമറ, 8 MBയുടെ അൾട്രാ വൈഡ്, 5 MBയുടെ മാക്രോ ക്യാമറയും ചേർന്ന ഒരു ബാക്ക് ക്യാമറ സെറ്റപ്പാണ് ഇതിലുള്ളത്. ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ 13 MBയുടെ ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ്, സ്റ്റീരിയോ സ്പീക്കർ, IP67 വാട്ടർ റെസിസ്റ്റൻസ്, NFC സപ്പോർട്ട്, ഗൊറില്ല ഗ്ലാസ് 5 ഇതൊക്കെയാണ് ഗാലക്സി A34 കമ്പനി കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് 13 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 1080 ചിപ്സെറ്റിലാണ് ഇതിൻ്റെ പ്രവർത്തനം. 5000 mAh ബാറ്ററിയും 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.